കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ. ചിത്രത്തിലെ ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക. ഈ തന്നിട്ടുള്ള ത്രികോണത്തിന്റെ പരപ്പളവാണ്. ത്രികോണത്തിന്റെ പരപ്പളവ് കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ബേസ് തന്നിട്ടുണ്ട് 4 ആണ്, ഹൈറ്റ് തന്നിട്ടില്ല. അപ്പൊ ഹൈറ്റ് കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഹൈറ്റ് വരക്കണം. ഓക്കെ, ഇനി ഈ ട്രയാങ്കിളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പോവാണ്. ഈ രണ്ട് ട്രയാങ്കിളിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒന്നുകൂടെ വരച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മായ്ക്കാം നമ്പേഴ്സ് വരുമ്പോൾ. ഈ രണ്ട് ട്രയാങ്കിളിനെ ഞാനൊന്ന് സെപ്പറേറ്റ് എടുത്തു. അത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ട് കേട്ടോ. ഇത് കോമൺ ആയിട്ടുള്ള സൈഡാണ്. ഈ ബ്ലാക്ക് രണ്ട് ട്രയാങ്കിളിലും കോമൺ ആണ്. ഇവിടെ 45 ആണ്. ഇത് ഹൈറ്റ് ആയതുകൊണ്ട് ഇവിടെ എത്രയാണ്? 90 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവും? 45 ആവും. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി ഈ ബേസ് ഇവിടെ എങ്ങനെ എക്സ് വന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളിത് ഐസോസിലസ് ട്രയാങ്കിൾ ഒന്നും അല്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് അല്ലെ. ഇവിടെ 45 105 ആണ്. 105 പിന്നെ 75 ആണ് കിട്ടുക. അപ്പൊ ഐസോസിലസ് വരില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ വരക്കുന്ന പെർപെൻഡിക്കുലർ ബേസിനെ ഈക്വൽ ആയിട്ടൊന്നും ഡിവൈഡ് ചെയ്യില്ല. അപ്പൊ ഒരു ഭാഗത്തിന് ഞാൻ എക്സ് എന്ന് എടുത്തു. ടോട്ടൽ 4 ആണ്. അപ്പൊ മറ്റേ ഭാഗം എന്തായിരിക്കും? ആ 4 എന്ന് മറ്റു മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ ഒരു ഭാഗത്തിന് ഞാൻ എക്സ് എടുത്താൽ ഇപ്പുറത്തെ ഭാഗം 4 - x വരും. അപ്പൊ ഈ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ആണ്. ഓക്കെ, അപ്പൊ 45 45 90 എന്ന റേഷ്യോ നമുക്കറിയാലോ. 1:1:√2 ആണ്. 45 ഓപ്പോസിറ്റ് 1, 45 ഓപ്പോസിറ്റ് 1, 90 ഓപ്പോസിറ്റ് √2. ഒന്നിന്റെ സ്ഥാനത്ത് വില എത്രയാണ്? എക്സ് ആണ്. അപ്പൊ ഇവിടുത്തെയും വില എന്ത് തന്നെയാ? എക്സ്. അപ്പൊ ഈ ഹൈറ്റ് നമുക്ക് കിട്ടിയ എത്രയാ? എക്സ് ആണെന്ന് കിട്ടി. പക്ഷെ നമുക്ക് ഈ എന്താ പറയാ എക്സിന്റെ വില എത്രയാന്ന് അറിയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പുറത്തുള്ള ത്രികോണം എടുത്തു. ഇവിടെ 60 ആണ്. നമുക്ക് ആ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ 60 ആണ്. ഇവിടെ 90 വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 30 വരും. ഓക്കെ, ഈ ലെങ്ത് 4 - x ആണെന്നും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആ ചിത്രത്തിൽ നമുക്ക് കിട്ടിയതാണ്. 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയല്ലോ. 1ന്റെ സ്ഥാനത്ത് 4 - x ആണ്. ഒന്നിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. ഒന്നിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അപ്പൊ ഒന്നിന്റെ സ്ഥാനത്ത് 4 - x ആണ്. അപ്പൊ √3യുടെ സ്ഥാനത്ത് ഇത് ഈ ഹൈറ്റ് കേട്ടോ. √3യുടെ സ്ഥാനത്ത് എന്ത് വരും? 4 - x ഇൻറ്റു √3. ഒന്നിന്റെ വില കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അപ്പൊ 4 - x ഇൻറ്റു √3. ഇനി ഈ ചിത്രം ഒന്ന് ശരിക്കും നോക്കി ഞാൻ മായ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിനും കോമൺ ആണ് പറഞ്ഞു. അതായത് ഇവിടെ നോക്കിയപ്പോൾ അത് എക്സ് നീട്ടി, ഇപ്പുറം നോക്കിയപ്പോൾ അത് 4 - x ഇൻറ്റു √3 നീട്ടി. അതിനർത്ഥം ഈ രണ്ട് വാല്യൂസും സെയിം ആണെന്നല്ലേ. കാരണം ആ ലൈൻ ഒറ്റ ഒന്നല്ലേ, രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡാണ്. അപ്പൊ ആ ലെങ്ത് എപ്പോഴും ഈക്വൽ ആയിരിക്കൂലേ. ആ ലെങ്ത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ട്രയാങ്കിൾ കിട്ടുമോ? കോമൺ ആയിട്ട് സൈഡ് കിട്ടൂലല്ലോ. അപ്പൊ എക്സിന്റെ വിലയും 4 - x ഇൻറ്റു √3യുടെ വിലയും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് x = 4 - x ഇൻറ്റു √3 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഗുണിക്കാൻ പോവാണ്. എങ്ങനെ ഗുണിക്കുക? ബ്രാക്കറ്റിന് പുറത്തുള്ള ടൈമായിട്ട് ഗുണിക്കുക. 4 × √3 4√3 - x × √3 x √3. ഇനി ഈ -x √3 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ അത് +x √3 ആവും. ഇതിൽ രണ്ടിലും x കോമൺ ആണല്ലോ. അപ്പൊ x നെ ഞാൻ പുറത്തെടുത്തു. അപ്പൊ x ഇൻറ്റു ഏതൊരു സംഖ്യയുടെയും കൂടെ എന്തുണ്ടാവും? 1 ഉണ്ടാവും. ഇവിടുന്ന് x പോയി, ബാക്കിയുള്ള സംഖ്യ ഏതാണ്? 1. പ്ലസ് ഇട്ടു, ഇവിടുന്ന് x പോയി, ബാക്കിയുള്ള സംഖ്യ എന്താണ്? √3. ആ x നെ ഞാൻ ഇവിടെ പുറത്ത് എഴുതിയിട്ടുള്ളത് കേട്ടോ. = 4√3. ഇനി ഈ 1 + √3 ഇവിടെ എന്ത് ചെയ്യാനാണ്? ഗുണിക്കാനാണ്. അത് ഇപ്പുറം വരുമ്പോ ഹരിക്കാനാവും. അപ്പൊ x = 4√3/1 + √3. ഇനി 1 + √3 ഞാനൊന്ന് √3 + 1 എന്നാക്കി ചേഞ്ച് ചെയ്തു. അതെന്തിനാന്നുള്ളത് പറഞ്ഞുതരാം. അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺജുഗേറ്റ് പെയർ ആയിട്ട് മൾട്ടിപ്ലൈ ആണ്. അതായത് √3 നമുക്ക് ക്യാൻസൽ ആയിട്ട് പോകണം. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ √3 + 1 എന്ന് വരുമ്പോൾ √3 - 1 ആയിട്ട് താഴെ മേലെ എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പൊ ഇങ്ങനെ ഗുണിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു റിസൾട്ട് കിട്ടും. a + b × a - b. എന്താ കിട്ടുക? a + b × a - b. എന്താ a + b × a - b? a² - b². അപ്പൊ ഇവിടെ a യുടെ വാല്യൂ √3 ആണ്. അപ്പൊ √3ന്റെ സ്ക്വയർ - b എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ന്റെ സ്ക്വയർ. √3ന്റെ സ്ക്വയർ 3 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. 3 ന്ന് 1 പോയാൽ 2. ഓക്കെ, അപ്പൊ ഈ ഡിനോമിനേറ്ററിൽ 2 വരും. നേരെ തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ a1 ഉം b √3 ആവും അല്ലെ. a1 ഉം
ബി √3 ആവും. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് 1 - 3 എന്നാണ് കിട്ടുക. അപ്പൊ -2 എന്ന് കിട്ടും. കുഴപ്പമൊന്നുമില്ല. അപ്പൊ മുകളിലും അതേപോലെ ഒരു മൈനസ് വരും. അതെന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഓക്കെ, ആ മൈനസ് നമ്മളൊന്നൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ മൈനസിന്റെ ഒരു കൺഫ്യൂഷൻ വേണ്ടാന്ന് കരുതിയിട്ടാണ് √3 + 1 ആക്കി മാറ്റിയത്. ഓക്കെ, അപ്പൊ √3 + 1 ആക്കുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 4√3 × √3 - 1 ഡിവൈഡഡ് ബൈ √3 സ്ക്വയർ - 1 സ്ക്വയർ 3 - 1 2 എന്ന് കിട്ടും. ഇനി ഈ 2നെ നമുക്ക് 4 വെച്ചിട്ട് കട്ട് ചെയ്യാലോ. 4/2 എത്രയാ? 2. ഇനി ഉള്ളത് ഗുണിക്കാം. 2√3 × √3. ഓക്കെ, അപ്പൊ 2 എഴുതി. √3 × √3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. എന്താണ്? √3 × √3 3 ആണ്. കാരണം √3 × √3 ഇങ്ങനെ നോക്കാം നമുക്ക്. √3 × √3 √9 വരും. 9ന്റെ റൂട്ട് 3 ആണ്. അല്ലെങ്കിൽ രണ്ട് സംഖ്യകൾ സെയിം സംഖ്യകളുടെ റൂട്ടുകൾ ഗുണിക്കുമ്പോൾ റൂട്ട് ക്യാൻസൽ ആണ്. അപ്പൊ √3 × √3 3 മൈനസ് 2√3 × 1 2√3. അപ്പൊ 2 × √3 എന്ന് പറഞ്ഞാൽ 2 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പൊ 6 - 2√3 എന്ന് വരും. എക്സിന്റെ വില കിട്ടി 6 - 2√3. ഇനി ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? ഹാഫ് BH. ബേസ് നമുക്കറിയാം 4 ആണ്. ബേസ് 4 ആണ്. ഹൈറ്റ് ഇപ്പൊ കിട്ടി 6 - 2√3. വാല്യൂ കൊടുത്തു. 1/2 × 4 × 6 - 2√3. ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടായത് ബ്രാക്കറ്റിൽ ഇടുക. ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. 4/2 2 കിട്ടും. ഓക്കെ, ഇനി 2ന് ഉള്ളിലോട്ട് കൊടുക്കുക. 2 × 6 12 മൈനസ് 2 × 2 4 √3 എന്ന് കിട്ടും. √3യുടെ വാല്യൂ കൊടുക്കുക. √3യുടെ വാല്യൂ 1.73നെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 4 3 12 ഇഷ്ടം 1 7 4 28 1 29 ഇഷ്ടം 2 1 4 4 4 2 6. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ ഉണ്ട്. അപ്പൊ ഇവിടെ പോയിന്റ് വരും 6.92. ഇനി 12 6.92 കുറക്കണം. കുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ന് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ ഉണ്ട്. 12ന് പോയിന്റ് കഴിഞ്ഞിട്ട് സംഖ്യ അല്ല. അപ്പൊ നമ്മളായിട്ടൊരു പോയിന്റ് ഇട്ടിട്ട് 2 സംഖ്യ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ മാറിക്കിട്ടും. എന്നിട്ട് മറ്റേ നമ്പറിന്റെ പോയിന്റ് ഈ പോയിന്റിന് താഴെ തന്നെ വരണം. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യ അതിന് താഴെയും പോയിന്റിന് മുമ്പുള്ള സംഖ്യ അതിന് മുമ്പ് അതിന് താഴെയായിട്ട് എഴുതാം. മൈനസ് ചെയ്യാം. ഇവിടെ ഒന്നും 0 ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് വരും. അപ്പൊ ഇവിടെ 1 ആവും, ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. 10ന്ന് 2 പോയാൽ 8 കിട്ടും. 9ന്ന് 9 പോയാൽ 0 കിട്ടും. ഇവിടെ പോയിന്റ് ഉണ്ട്, പോയിന്റ് കൊടുത്തു. 11ന്ന് 6 പോയാൽ 5 കിട്ടും. അപ്പൊ 5.08 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ കിട്ടിയില്ല. ഓക്കെ.